ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈഗൻ വാല്യൂസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. അത് കുറച്ച് റിസൾട്ടുകളായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ടുകളായിട്ട് നമുക്ക് ചെയ്യാം. ഇഫ് ലാംഡ എന്ന് പറയുന്നത് എയുടെ ഈഗൻ വാല്യൂ ആണെങ്കിൽ ലാംഡ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയറിന്റെ ഒരു ഈഗൻ വാല്യൂ ആയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. ആ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഒരു ഈഗൻ വാല്യൂ ആണ് 2 എന്ന് പറയുന്നത്. ഈഗൻ വാല്യൂ ഓഫ് എ, അങ്ങനെയാണ് ഈഗൻ വാല്യൂ ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 എന്ന് പറയുന്ന ഒരു ഈഗൻ വാല്യൂ ആയിരിക്കും. ഇതാണ് ഈ ഒരു റിസൾട്ടിന്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു പ്രൂഫിലേക്ക് പോവാം. ഇതിന്റെ പ്രൂഫ് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ലാംഡ ഈസ് ആൻ ഈഗൻ വാല്യൂ ഓഫ് എ. സിൻസ് ലാംഡ ഈസ് ആൻ ഈഗൻ വാല്യൂ ഓഫ് എ, സോ അങ്ങനെയാണ് നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച്. സോ there exists a non-zero vector x such that എന്തായിരിക്കണം ax is equal to എന്തായിരിക്കണം ലാംഡ എക്സ് ആയിരിക്കണം. ax equal to എന്തായിരിക്കണം ലാംഡ എക്സ് ആയിരിക്കണം. അപ്പോൾ എ സ്ക്വയറിന്റെ ഈഗൻ വാല്യൂ ആണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? എ സ്ക്വയർ എക്സ് എന്താന്ന് കണ്ടുപിടിക്കുക. കൺസിഡർ എ സ്ക്വയർ എക്സ്. എ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എ ഇൻറ്റു എ എക്സ് ആ, ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എ എക്സിന് വരെ എനിക്ക് എന്ത് എഴുതാം? ലാംഡ എക്സ് എന്ന് എഴുതാം. അപ്പോൾ ആ ലാംഡയെ പുറത്തെടുത്താൽ ലാംഡ ഇൻറ്റു എ എക്സ് എന്ന് എഴുതാം. ഇനി ഈ എ എക്സിന് വരെ എഗെയിൻ നമുക്ക് എന്ത് എഴുതാം? ലാംഡ എക്സ് എന്ന് എഴുതാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? ലാംഡ സ്ക്വയർ എക്സ്. അപ്പോൾ എന്താ കിട്ടിയേ? എ സ്ക്വയർ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാൻ പറ്റുക? ദാറ്റ് ഈസ് ലാംഡ സ്ക്വയർ ഈസ് ആൻ ഈഗൻ വാല്യൂ ഓഫ് എ സ്ക്വയർ. ലാംഡ സ്ക്വയർ ഈസ് ആൻ ഈഗൻ വാല്യൂ ഓഫ് എ സ്ക്വയർ. ലാംഡ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയറിന്റെ ഒരു ഈഗൻ വാല്യൂ ആണ്. ഇതുപോലെ നമ്മൾ പറഞ്ഞു കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ലാംഡ ഈസ് ആൻ ഈഗൻ വാല്യൂ ഓഫ് എ, then lambda cube is an eigen value of a cube. or ഈ റിസൾട്ടിനെ എനിക്ക് ജനറലൈസ് ചെയ്യാം. എങ്ങനെയാ? ഇഫ് ലാംഡ ഈസ് ആൻ ഈഗൻ വാല്യൂ ഓഫ് എ, then lambda raised to k is an eigen value of a raised to k. a raised to k യുടെ ഒരു ഈഗൻ വാല്യൂ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ലാംഡ റേസ് ടു കെ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റിസൾട്ടിനെ എനിക്ക് ജനറലൈസ് ചെയ്യാം. അടുത്ത ഒരു റിസൾട്ട്, ലാംഡ ഈസ് ആൻ ഈഗൻ വാല്യൂ ഓഫ് എ. അങ്ങനെയാണെങ്കിൽ എ ഇൻവേഴ്സിന്റെ ഈഗൻ വാല്യൂ ആയിരിക്കും 1/λ. എന്ന് പറഞ്ഞാൽ എയുടെ ഈഗൻ വാല്യൂ ആണ് 5 എങ്കിൽ എ ഇൻവേഴ്സിന്റെ ഈഗൻ വാല്യൂ ആയിരിക്കും 1/5. സോ ഇത് നമുക്ക് എങ്ങനെ പ്രൂഫ് എഴുതാം? നമുക്ക് പറഞ്ഞേക്കുന്നുണ്ട് സിൻസ് lambda is an eigen value of A, so there exists a non-zero vector x such that ax equal to lambda x. ഞാൻ ഇനി ത്രൂ ഔട്ട് ആയിട്ട് എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എ ഇൻവേഴ്സ് എ എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ലാംഡ എക്സ്. സോ എ ഇൻവേഴ്സ് ഐഡന്റിറ്റി ആയി പോകും. സോ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇതിനെ ലാംഡ എ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. സോ ഈ ലാംഡ ഇപ്പുറത്തേക്ക് എഴുതാം 1/λ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് ആവുന്ന ലാംഡയാണ് ഈഗൻ വാല്യൂ. അപ്പോൾ ഇവിടെ എ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1/λ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? 1/λ ഈസ് ആൻ ഈഗൻ വാല്യൂ ഓഫ് എ ഇൻവേഴ്സ്. 1/λ ഈസ് ആൻ ഈഗൻ വാല്യൂ ഓഫ് എ ഇൻവേഴ്സ്. അപ്പോൾ എയുടെ ഈഗൻ വാല്യൂ അറിയാമെങ്കിൽ എ സ്ക്വയർ എ ക്യൂബ് അങ്ങനെയുള്ള ഈഗൻ വാല്യൂ കണ്ടുപിടിക്കാനായി എയുടെ ഈഗൻ വാല്യൂ അറിയാമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? എ ഇൻവേഴ്സിന്റെ ഈഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ഈഗൻ വാല്യൂസ് ഓഫ് എ 2/2 മെട്രിക്സ് എ ഈസ് 1 and 3, find the eigenvalues of a square. Second question, find the eigenvalues of a inverse. അപ്പോൾ ഇത് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഈ രണ്ട് റിസൾട്ടുകൾ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. 1ഉം 3ഉം ആണ്.
അപ്പോൾ എ സ്ക്വയറിന്റെ ഏഗൻ വാല്യൂസ് എന്തായിരിക്കും 1 സ്ക്വയർ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1ഉം 9ഉം ആയിരിക്കും എ സ്ക്വയറിന്റെ ഏഗൻ വാല്യൂസ്. എ ഇൻവേഴ്സിന്റെ ഏഗൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/1ഉം 1/3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1ഉം 1/9ഉം ആയിരിക്കും എ ഇൻവേഴ്സിന്റെ 1/λ 1/1ഉം 1/3ഉം. അപ്പോൾ 1/3 1/3 എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ഏഗൻ വാല്യൂ. അപ്പൊ എയുടെ ഏഗൻ വാല്യൂസ് അറിയാമെങ്കിൽ എനിക്ക് എന്തിന്റെ കണ്ടുപിടിക്കാം, എന്റെ പവേഴ്സിന്റെ ഏഗൻ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ എ ഇൻവേഴ്സിന്റെയും ഏഗൻ വാല്യൂസ് കണ്ടുപിടിക്കാം.